നമസ്കാരം. ഞാൻ കല്ലാമണ്ഡലം ഗിരിജ രാംദാസ്. നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ക്ഷമിക്കുന്നവന് ദീർഘായുസ്സ് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അതെങ്ങനെ ക്ഷമിച്ചവന് ദീർഘായുസ്സ് കിട്ടുന്നത് എങ്ങനെ? നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ ഒതുക്കുകയല്ലേ ചെയ്യുന്നത്? ഉള്ളിൽ വികാരങ്ങൾ ഒതുക്കുമ്പോൾ രക്തസമ്മർദ്ദം കൂടുകയല്ലേ ചെയ്യുന്നത്? എല്ലാ വികാരങ്ങളും അടക്കി പിടിച്ചാൽ നമുക്ക് കൂടുതൽ പ്രഷറല്ലേ അനുഭവപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ ക്ഷമിക്കുന്നതിന് ദീർഘായുസ്സ് കിട്ടുന്നത്? രക്തസമ്മർദ്ദം കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ക്ഷമിച്ചാൽ നമുക്ക് ദീർഘായുസ്സ് കിട്ടുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ ക്ഷമിക്കുന്നവർക്ക് ദീർഘായുസ്സാണ് ലഭിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ മിച്ചിഗൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡോക്ടറാണ്. അതായത് നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ഒരാളോട് ക്ഷമിച്ചു എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതായത് ഒരു സാധാരണ പ്രക്രിയയാണ്, ഒരു എന്താ പറയുക, ഒരു ചെറിയ പ്രക്രിയയാണ്. അതായത് ക്ഷമിച്ചു, നമ്മൾ അയാളോട് ദേഷ്യപ്പെടുകയല്ലല്ലോ ചെയ്തത്, ക്ഷമിക്കുകയല്ലേ ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സിനൊരു സമാധാനം ലഭിക്കും. അതല്ല, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അതൊരു അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊരു കുറ്റബോധമായിട്ട് നമ്മളെ മനസ്സത് പ്രക്ഷുബ്ധമാവുമെന്നാണ് പറയുന്നത്. ക്ഷമിച്ചെങ്കിൽ നമ്മളുടെ മനസ്സിന് ശാന്തി ലഭിക്കും. മനഃശാന്തിയാണ് നമ്മളുടെ ദീർഘായുസ്സിന് ആധാരം എന്നാണ് പറയുന്നത്. അതായത് മനസ്സിന് സ്വസ്ഥതയുള്ള ഒരുവന് ദീർഘായുസ്സ് ലഭിക്കും എന്നാണ് ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. അതാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കണ്ടുപിടിച്ചത്. അതായത് മനസ്സമാധാനം കിട്ടുന്ന ഒരുവന്, മനഃശാന്തിയുള്ള ഒരുവന് ദീർഘായുസ്സും കിട്ടും. അപ്പോൾ ക്ഷമ ദൈവികവും ശിക്ഷ മാനുഷികവുമാണ് എന്നാണ് മതഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോൾ ക്ഷമിച്ചാൽ നമ്മളത് ദൈവത്തിന് തുല്യമായൊരു വ്യക്തിയായി മാറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്ഷമിച്ചാൽ നമുക്ക് മനസ്സമാധാനവും മനസ്സംതൃപ്തിയും ഉല്ലാസവും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാൻ പഠിക്കുക. നമുക്ക് കഴിയുന്നതും എല്ലാവർക്കും ക്ഷമ കൊടുക്കാൻ പഠിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.